ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളിൽ ഒന്ന് അതിരൂക്ഷമായ മൈഗ്രേഷനാണ്. മൈഗ്രേഷൻ നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പായും മൈഗ്രൻ്റായിട്ട് ഇറ്റലിയിൽ നിന്ന് പോയ ആളാണ് അർജൻറ്റീനയിലേക്ക്. പക്ഷേ ഈ വർഷങ്ങളിലൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്, പ്രത്യേകിച്ച് യൂത്ത്. നമ്മുടെ ഇവിടുന്ന് പാലാ കേന്ദ്രമാക്കി മലബാറിലേക്കും ഹൈറേഞ്ചിലേക്കും കുറേയെല്ലാം തിരുവനന്തപുരത്തേക്കും എല്ലാം ആളുകൾ പോയപ്പോഴും അത് നമ്മളുടെ സമൂഹത്തെ അത്ര ഗൗരവതരമായിട്ട് ബാധിച്ചില്ല. പോയവരൊക്കെ മലബാറിൽ പോയി അധ്വാനിച്ച് ഇവിടെയുള്ള മാതാപിതാക്കളെയും മറ്റ് സഹോദരങ്ങളെയും വളർത്തിയവരാണ്. അവർ അവധിക്ക് വരുമ്പോൾ മലബാറിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം പണം സഹിതം ഇവിടെ കൊണ്ടുവന്ന് ഈ ദേശത്തെ വളർത്തിയവർ മൈഗ്രൻ്റായിട്ട് മലബാറിലും ഹൈറേഞ്ചിലും പോയ മാതാപിതാക്കളാണ്. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം അത് വലിയൊരു സ്ട്രോങ് ബോണ്ടിങ്ങിൻ്റെ അവസരമായിരുന്നു, പരസ്പരം വളർത്തുക. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യൂത്ത് പോകുന്നവർ വരാൻ പോകുന്ന അപകടം അവരധികം പേര് തിരിച്ചു വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പഠിക്കാനായിട്ട് ജോലിക്കായിട്ടൊക്കെ പോകുമ്പോൾ അവർ ഇവിടേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നമുക്ക് അധികം ഭയപ്പെടേണ്ടതില്ല. ഞാനീ പറഞ്ഞ ഈ 4 രാജ്യങ്ങളിലും നമുക്ക് സഭാ സംവിധാനങ്ങളുണ്ട്, നമ്മുടെ സഭയുണ്ട്, നമ്മുടെ പിതാക്കന്മാരുണ്ട്, നമ്മുടെ ആരാധനക്രമമുണ്ട്, നമ്മുടെ വിശ്വാസ പരിശീലനമുണ്ട്. എങ്കിലും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഈ തരത്തിലുള്ള ഒരു കൂട്ടപലായനത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് യൂത്ത് കൺസോളിഡേറ്റഡായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ, തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ, നേരെ മറിച്ച് മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് അത്രയധികമായിട്ട് പോകുന്നില്ല. അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ 8 10 കൊല്ലം പോയി ജോലി ചെയ്ത് അവരെല്ലാവരും തിരിച്ച് ഇവിടേക്ക് വരികയാണ്, ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കതിനുള്ള അവകാശമുണ്ടല്ലോ, അവർക്ക് ആ ബോധ്യവുമുണ്ട് ഈ രാജ്യം വിട്ടു പോകരുത് എന്ന്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നതാണ്, നമ്മളുടെ യൂത്ത് ഒരു കൂട്ടപലായനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇവർ തിരിച്ചു വരാനായിട്ട് താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ അത് നമ്മളുടെ സഭയെയും നമ്മുടെ സമുദായത്തെയും നമ്മുടെ സാംസ്കാരിക നിലപാടുകളെയും രാഷ്ട്രീയ ചിന്തകളെയും എല്ലാം ബാധിക്കും. അപ്പം അത് നമുക്ക് നിവൃത്തിയില്ല. അത് ഇനിയും ആളുകൾ പോകും. പക്ഷേ ഇപ്പോഴത്തെ പരിസ്ഥിതി പിതാവ് പറയുന്നത് പോലെ മൈഗ്രേഷൻ തീർന്നു പോകേണ്ട ഒരു കാര്യമാണ്. ഈ രാജ്യം സമ്പൽ സമൃദ്ധിയാകുമ്പോൾ ഇവിടുത്തെ യുവതീ-യുവാക്കന്മാർക്ക് ജോലി സാധ്യതകൾ, ജോലി കിട്ടുമ്പോൾ, പ്രൊഫഷണൽ മേഖലയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പിന്നീട് ഈ മൈഗ്രേഷൻ കുറയും. മൈഗ്രേഷൻ്റെ ആവശ്യമില്ല. ഇപ്പം തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോയൊരു പലരും തിരിച്ചു വരുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ സർക്കാർ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്രൊഫഷണൽ മേഖലകളിൽ വളരെയേറെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റി. പ്രൈവറ്റ് സെക്ടറുകളിൽ ഒത്തിരി സ്ഥാപനങ്ങൾ വന്നു. അതുകൊണ്ട് ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അപകട സാധ്യതകളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. നമ്മളുടെ സമുദായം ബലഹീനമാകുന്നുണ്ട്. EWSൻ്റെ വലിയ പഠനം നടത്തിയ രൂപതകളിൽ ഒന്ന് പാലായാണ്. വളരെയേറെ സാമ്പത്തികമായിട്ട് നമ്മുടെ സമുദായം പുറകോട്ട് പോയി. മുന്നോക്ക സമുദായമെന്ന് ചിലപ്പോഴൊക്കെ നമ്മളും മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് വിളിക്കുകയും പറയുകയും ചെയ്തെങ്കിലും സാമ്പത്തിക മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒരുപിടി നമ്മൾ പുറകോട്ട് പോയി. കുട്ടികളുടെ എണ്ണം കുറയുന്നു. സാമ്പത്തികം കുറയുന്നതോടുകൂടി അംഗബലം കണ്ടമാനം താഴേക്ക് പോകുന്നു. ഇവിടെ നിൽക്കുന്നവർ തന്നെ 2 അപകടങ്ങളിൽ, മദ്യപാനവും മയക്കുമരുന്നും വഴി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് യൂത്തിൻ്റെ മേഖലയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് ഞാൻ
മനസ്സിലാക്കുകയാണ്. മദ്യപാനം ഇന്നും തരക്കേടില്ലാത്ത വിധത്തിലൊക്കെ നമ്മുടെ നാടുകളിലൊക്കെയുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, കുട്ടികളുടെ മുമ്പിൽ ഇരുന്ന് മദ്യപിക്കുന്ന മാതാപിതാക്കൾ വെടിപ്പുരയിലിരുന്ന് ബീഡി വലിക്കുന്ന പോലെയാണ്. ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്, കുട്ടികളുടെ മുമ്പിൽ മദ്യപിക്കുന്ന മാതാപിതാക്കൾ വെടിപ്പുരയ്ക്കകത്ത് കയറി ബീഡി വലിക്കുന്നവരെ പോലെയാണ്. അപകടകരമായ കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ സമുദായം ബലഹീനമാകുന്നത്. മയക്കുമരുന്ന് നമ്മളുടെ സമുദായത്തെ, നമ്മുടെ കുട്ടികളെ ആഞ്ഞ് മുറുക്കി പിടിക്കുകയാണ്. കുറേയേറെ കുട്ടികൾ, യൂത്ത് അതിൽപ്പെട്ട് പോയിട്ടുണ്ട്. നമ്മുടെ പല രാജ്യങ്ങളും, അർജൻറ്റീനയും ബ്രസീലും എല്ലാം തകർന്നു പോയത്, ആ സംസ്കാരം നഷ്ടപ്പെട്ടത് മയക്കുമരുന്ന് വഴിയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് പിടിമുറുക്കിയിട്ടുണ്ട്. നല്ലതുപോലെ ജാഗ്രതയായിട്ട് നമ്മൾ പെരുമാറിയില്ലെങ്കിൽ ഇത് പതിറ്റാണ്ടുകളിങ്ങനെ പോകും. ഭാഗ്യവശാൽ നമ്മുടെ സർക്കാരും നമ്മുടെ മാതാപിതാക്കളുമൊക്കെ കുറേയെല്ലാം ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. മാതാപിതാക്കൾ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയിലിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും? ഏതെങ്കിലും നല്ല പണിയൊക്കെ എടുത്ത് നമ്മുടെ അപ്പനോ വല്യപ്പനോ ഒക്കെ അല്പം മദ്യപിച്ചാൽ ഒക്കെ സാരമില്ല, പോട്ടെ എന്ന് കരുതാം. പക്ഷേ യുവാക്കന്മാർ മദ്യപിക്കുകയും മയക്കുമരുന്നിന് അടിമയാകുകയും ചെയ്യുമ്പോൾ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. ചികിത്സയില്ല, ആരും ചികിത്സിക്കാൻ എടുക്കുകയില്ല. ഇങ്ങനെയുള്ളവരെ നമ്മളത് ഗൗരവതരമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സുറമലബാർ യൂത്ത് ഇതുപോലെ സംഘടിതമായിട്ട് വരുന്ന ഒരു അവസരത്തിൽ ഇതുപോലുള്ള ചിന്തകൾ കൂടുതൽ ഗൗരവതരമായിട്ട് നിങ്ങളെടുക്കുമെന്ന് എനിക്കറിയാം. കാര്യക്ഷമതയുള്ള ഒരു ലീഡർഷിപ്പാണ് പിതാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് രണ്ട് പിതാക്കന്മാരും പിതാവിൻ്റെ ആ ഒരു ഉറച്ച നിലപാടിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊരു യൂത്ത് അപ്പോസ്റ്റലേറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. SMYM, KCYM അതൊരു യൂത്ത് അപ്പോസ്റ്റലേറ്റാണ്. ഈശോയെ കൊടുക്കണം, അത് കൊടുത്തേ മതിയാവൂ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് വലിയ ആഭരണങ്ങൾ, ജാട ഒന്നും വേണ്ട. വിശുദ്ധനായ സെയിൻറ്റ് ഹിലരി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വി നീഡ് ഓൺലി ദ ഗാർമെൻറ്റ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് വടികൾ, ചെരുപ്പുകൾ, ഉടുപ്പുകൾ, ഒരുപാട് ഡ്രസ്സുകൾ ഒന്നും വേണ്ട. നമുക്ക് ഈശോയുടെ ഗാർമെൻറ്റ് മാത്രം മതി. ആ ഗാർമെൻറ്റാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും നമ്മൾ പേടിച്ച് വിറച്ച് നിക്കോദേമൈറ്റ്സ് ആവുകയാണ്. രാത്രിയിൽ മാത്രം വിശ്വാസത്തിൻ്റെ കാര്യം വല്ലതും പറയും. പകലിറങ്ങാൻ പേടിയാണ്. ഈശോയെക്കുറിച്ച് പറയാൻ പേടിയാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കുകയില്ല. നട്ടലുള്ള പിള്ളേരാണ് നിങ്ങൾ എന്ന് മാത്രമേ വിചാരിക്കുകയുള്ളൂ. നമ്മളൊരിക്കലും നിക്കോദേമൂസിനെ പോലെ ആകരുത്. പകല് ഈശോയെ കുറിച്ച് പറയാൻ ധൈര്യമുള്ളവരായിരിക്കണം. അതാണ് ഈ യൂത്ത് അപ്പോസ്റ്റലേറ്റ് ആഗ്രഹിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, സഭയ്ക്കിന്ന് ആവശ്യമായിട്ടുള്ളത്.